എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെയാണ് കേട്ടോ, നല്ല ഊതും അതുപോലെ തന്നെ തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കും. അപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് എനർജി എവിടെ നിന്നോ കിട്ടുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ മൊത്തം നല്ല ഒരു അറബിക് മണവും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതൊക്കെ അറബിക് ഊതാണ് കേട്ടോ. എനിക്കിവിടെ നമ്മുടെ നാട്ടിലെ ഊതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം അതിങ്ങനെ രാവിലെ തന്നെ കത്തിച്ച് വെക്കും. അതിനൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അപ്പോൾ അതാ പിള്ളേരും നിസാറിക്കായും പള്ളിയിലേക്ക് പോകാനായിട്ട് പോവാണ്. ഇപ്പം നേരം വെളുക്കുന്നതൊക്കെ ഇച്ചിരി താമസിച്ചിട്ടാണല്ലോ. അപ്പം പിള്ളേർ മൂന്നുപേരും ഇപ്പം കാറിൽ പോവും. നിസാറിക്ക ബൈക്കിലാണ് പോണത്. കാരണം പള്ളിയിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് നിസാറിക്ക എത്തുന്നത്. രാവിലെ ഇപ്പം നല്ല മഞ്ഞാണേ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കെട്ടിടങ്ങളോ ഒന്നും കണ്ടുവിടാം, അതുപോലെ മഞ്ഞാണ് കേട്ടോ. സൂര്യൻ ഉദിക്കുന്ന തന്നെ താമസിച്ചാണ്. സാധാരണ ഫാബി മോളാണ് ചായ ഇട്ടിരുന്നതേ. അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കുന്നത് കാരണം ഇപ്പം ഞാനാണ് ചായ ഇട്ടുകൊണ്ട് വന്നത്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ സനമോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവളെ പല്ലൊക്കെ തേച്ച് പുറമൊക്കെ കഴുകി കൊണ്ടുവന്ന്. അപ്പോഴേക്ക് ഇവർ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്കൊപ്പം നിന്നങ്ങ് കളിക്കുവാണേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദദ്ദ നന്ന എന്നൊക്കെ പറഞ്ഞാൽ. ഇനി ഇവർ തിരിച്ചു പോകുമ്പോഴാണ് വിഷമമൊക്കെ ആവുന്നത്. നന്നയ്ക്ക് ചായ കൊടുത്താ അടപ്പല്ല പാത്രം കൊണ്ട് പാത്രം എടുക്കാൻ പോയി. നമ്മുടെ റിച്ചു വന്ന അന്ന് മുതൽ കൂടുതൽ സമയവും നമ്മളെ സനക്കുട്ടിയായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സുൽത്താൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അവന് പിന്നെ ആ ജോലി കഴിഞ്ഞുള്ള സമയമേ കിട്ടാറുള്ളൂ. എന്നാലും ജോലി കഴിഞ്ഞ് ഇവർ ഓടി സനക്കുട്ടിയുടെ അടുത്ത് എത്തും കേട്ടോ. സനക്കുട്ടി ഉള്ളത് കൊണ്ട് ഇവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ സമയം ഞാൻ ഈ ചെടികളെല്ലാം ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാവും കേട്ടോ, വെയിൽ വന്നു കഴിയുമ്പോഴേ. അപ്പൊ ഇതാണ് നിസാറിക്ക വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ടൈമിംഗ് ഉടുപ്പൊക്കെ മാറി കുട്ടപ്പനായി കാണുന്നത്. നമുക്കിവിടെ സ്ഥിരം ഇത് കണ്ടോണ്ടിരിക്കുന്നോണ്ട് അറിയാം. സനക്കുട്ടിക്ക് അത് അറിയാം. അത് ഡ്രസ്സൊക്കെ മാറിയത്, ഹെൽമെറ്റ് എല്ലാം അവള് തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. മോളെ ഇതങ്ങ് വെക്കട്ടെ, ഹെൽമെറ്റ് അങ്ങ് തിരിച്ചു വെക്കട്ടെ. അവൾക്കറിയാം വാപ്പ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവളെയും കൊണ്ട് പോകും എന്നുള്ളത്. എന്താടാ സനക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന്? നന്നയാണോ ഇത്? നന്നയല്ല, എന്തോ ഇത്. അല്ല ലൈറ്റുള്ള ട്രൈപ്പോഡാ. ഞാൻ സനയുടെ ട്രൈപ്പോഡ് അറിയാതെ പൊക്കാൻ നോക്കി, അത് ഉടിഞ്ഞങ്ങ് വന്നു കഴിഞ്ഞു. സനയുടെ ട്രൈപ്പോഡ് കൊണ്ട് ഇറങ്ങില്ലേ, ദത്ത വന്ന് ഒടിച്ചു. ഓ പകരം ഒരു ട്രൈപ്പോഡ്. എനിക്ക് വയ്യ. സനക്ക് റീൽസിനാ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. പറ്റില്ല. അല്ല മറ്റേ ക്ലിപ്പ് എടുത്ത് എത്ര ബ്ലോഗറായി മാറുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. നോക്കട്ടെ അല്ലല്ല ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. എങ്ങനെ വെക്കും മോളെ? വായിൽ വെച്ചു കൊടുക്കാൻ ഒരു ഉഷാറൊക്കെ വന്നോ നോക്കിയേ. അപ്പൊ ഇന്ന് ടാറ്റ വേണ്ട അല്ലേ? ഇന്ന് വേണ്ടല്ല, ഇന്ന് ബൈക്കിൽ പോണ്ടല്ല. ട്രൈപോഡ് പോയി. അല്ല ഫോൺ പോയി ട്രൈപോഡിന്ന്. അല്ല മോനെ ഞാൻ വെച്ചു തരാം. ഇത് ക്ലിപ്പ് വേറെ ഇല്ലേ, പിന്നെ വെച്ചേരെ. നല്ലൊരു ഫോൺ കൂടെ വാങ്ങിച്ചു വിടും എങ്ങനെയാണെങ്കിൽ. ക്ലിപ്പ് മാറ്റണം. വലുത് മോളെ, വലിയ ട്രൈപോഡ് എനിക്ക് ഉപയോഗിക്കണം. അതാണ് ഇത്. മോക്ക് വേണോ? മോക്കത് വേണോ? മോക്കിത് വേണോ? മോള് വെച്ചോ, മോള് വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്യാൻ പഠിപ്പിച്ചോളൂ. ബാക്കിലുള്ള ബട്ടൺ ഒക്കെ ലൈറ്റ് ഓൺ ആവും. അവൾക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ ഓപ്പറേഷൻസ് ഒക്കെ അവള് ചെയ്തോളൂ. മോളെ ഇത് ആര് വാങ്ങി തന്നത്? സനക്കുട്ടി. ഇപ്പോഴേ നന്നയും ദദ്ദയൊക്കെ വന്നോണ്ട് ഉമ്മയുടെ ആവശ്യം വരുന്നില്ല അവർക്ക്. അത് കഴിയുമ്പോ വരും. ഉമ്മയുടെ ഇതിന്റെ പല്ലിന്റെ കാര്യം പറഞ്ഞില്ല. മമ്മയുടെ കാര്യം പറഞ്ഞു കൊടുത്തില്ലല്ലോ. മമ്മയുടെ പല്ല് കട്ട് ചെയ്തല്ലേ ഇവിടെ ഇവിടെ ബോൺ കട്ട് ചെയ്തിട്ടാണ് അവര് പല്ലെടുത്തതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ
നല്ല ആള് റെസ്റ്റ് ആണ്. അപ്പൊ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ഞെട്ടിപ്പോവും. അതുകൊണ്ട് മുഖമൊക്കെ ഞങ്ങള് നീരായി. കാണിക്കാത്തത്. കാരണം നല്ല ബൾജ് ചെയ്താണ് ഇരുന്നത്. എന്താണ് എന്താണ് നീതായി. വേറെ കാര്യം, 3 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ ഈ ലിക്വിഡും പിന്നെ തണുത്ത ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വേറൊരു കാര്യം, നമുക്ക് അടുത്ത് എന്തെങ്കിലും അസുഖം വന്ന് ഇന്നത് കഴിച്ചോളാൻ എന്ന് പറഞ്ഞു കഴിയുന്ന അവസരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. അതൊക്കെ തന്നെയല്ലേ സത്യം. ഇതിപ്പോ വയ്ക്കാനാവും എന്റെ പുറകെ നടക്കും. ഇതാര് വാങ്ങി തന്നതാ മോളെ? ഇതാര് വാങ്ങി തന്നതാ? ഇന്നലെ നീ കണ്ടില്ലായിരുന്ന റിസ്വാന്റെ കുക്കിംഗ് സമ്മതിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് റിസ്വാന് ഒരു സോസേജ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞില്ലേ. പക്ഷേ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് കാരണം വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നീ സൽമാനിക്കൊക്കെ കൊടുത്തില്ല. ഇക്ക നോക്കണത്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഇനി സൽമാനിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ. കേക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ? കേക്ക് ഉണ്ടാക്കി തരില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് കേട്ടാ. പക്ഷെ വേറെ കാര്യം, ബാംഗ്ലൂരില് അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് റിസ്വാൻ. സുൽത്താൻ എല്ലാം ഉണ്ടാക്കും കേട്ടോ. സുൽത്താൻ നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കി തന്ന് ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം, രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കി. ഇല്ല അപ്പൊ നിൽക്കുന്നു ഒന്ന് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്ന. നീ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കി തരൂല. നീ അത് ഇക്കാക്ക് വേണ്ടി ഉണ്ടാക്കിയാല് മാത്രമേ ഇനി നല്ല പ്രസന്റേഷൻ ഒക്കെ ആയിട്ട് ഞാൻ കഴിക്കാത്തോണ്ട് എനിക്ക് നല്ല നമ്മള് അത് തന്നെ അറബിക് റെസ്റ്റോറന്റില് അങ്ങനെ. ഞാൻ യൂറോപ്യൻ റെസ്റ്റോറന്റിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പോയിട്ടില്ല. അബുദാബിയില് പോയിട്ടില്ല. മറന്നുപോയി. എന്നാ ശരി എന്നല്ലേ. സനക്കുട്ടി ടാറ്റ പറ. അസ്സലാമലൈക്കും പറ. സനക്കുട്ടിയുടെ സലാം നിങ്ങളൊന്ന് കണ്ടേ. അസ്സലാമലൈക്കും പറഞ്ഞേ കേട്ടാ. സനക്കുട്ടിയുടെ സലാം കണ്ടോ? ഞങ്ങൾ പോണേ. നമുക്ക് പോവാം. മതി മതി. ട്രൈപോഡിലായെന്ന് തോന്നുന്നു. വേണ്ടാന്ന് തോന്നുന്നു അല്ലേ? കറക്കം വേണ്ടാന്ന് പോട്ടെ. എന്നെയൊക്കെ വന്നപ്പോ മതിയാക്കിയത്. പിന്നെ എന്തിന് ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി ഇന്ന് എന്തിന്? ഹെൽമെറ്റ് അങ്ങ് വയ്ക്കാം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇവർ വന്നപ്പോഴേക്ക് തീർന്നിട്ടുണ്ടായിരുന്നേ. കുറച്ചേ അവർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു ഇപ്പോൾ കാണിച്ച ആ ഒരു ഗ്ലാസ്സിലാണ്, സ്റ്റീൽ ഗ്ലാസ്സിലാണ് എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത്. അതിലൊരു ഗ്ലാസ് പഞ്ചസാര എടുത്തതിൽ നമുക്ക് ഇപ്പം 1/2 ഗ്ലാസ് നമുക്ക് എടുക്കാം. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് ആ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ 1/2 ഗ്ലാസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിക്കുന്നതിലേക്ക് ഒരു 3-4 ഗ്രാമ്പൂവും പിന്നെ പട്ട ഉണ്ടല്ലോ, പട്ടയുടെ പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ 1 പീസ് പട്ട ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു പ്ലം കേക്കാണേ. അപ്പോൾ ഇതാ പൊടിച്ചത് ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വെക്കാണ്. ബാക്കി നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പുണ്ടല്ലോ, അതൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേ ഉരുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കത് അവിടെ 1/2 കപ്പ് ഡേറ്റ്സ് കട്ട് ചെയ്തതും പിന്നെ ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് ഇതുപോലത്തെ കറുത്ത മുന്തിരി വേണം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് പഞ്ചസാര കരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞ് മീൻസ് കരിയല്ല കേട്ടോ, ഇതുപോലെ ബ്രൗണിഷ് കളറിൽ വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നല്ല ബോയിലാവും കേട്ടോ, തിളച്ച് വരുന്ന ഒരു പരുവമാണ്. അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. പഞ്ചസാര കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കേക്കിന് ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം നമ്മളിങ്ങനെ ഒന്ന് ഈ ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ്
ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്താ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ കളർ നമുക്കറിയാമല്ലോ. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം, ഞാൻ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്, അത് കുറേശ്ശെ ഒന്ന് മാറി നിന്നിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് മേത്ത് തെറിക്കും കേട്ടോ. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പം ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിള വരണേ. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണെന്നേ, അടിപൊളി കേക്ക് തന്നെ ആയിരിക്കുമേ. അപ്പോൾ ഞാനിവിടെ പട്ടപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്തിട്ടാണ് നമ്മളിനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ലായനി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അത്ര നേരം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ കിടന്ന് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അല്ലാതെ നമ്മൾ മാസങ്ങൾക്ക് മുൻപേ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം പലരും കഴിഞ്ഞ തവണ വെച്ചപ്പോൾ ഓവൻ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നതേ. അപ്പോൾ നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നെഗക്കെ മൈദാ മാവ് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വടിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ വേണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം തന്നെ നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതാ ഇത് ഇവിടെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് വറ്റിപ്പോണ്ട. ഇനി വറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതൊന്നത് പഞ്ചസാര ലായനിയില്ലേ, അതങ്ങ് സ്റ്റിക്കായി പോവും. അതുകൊണ്ട് ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, നമുക്കിതിപ്പോൾ ഇരുമ്പിച്ചിട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇരുമ്പുചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ചൂട് തട്ടിയിട്ട് വീണ്ടും ഇത് വറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പ്ലം കേക്ക് നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ സോക്ക് ചെയ്യുക ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇത് മാറ്റി വെക്കണേ. അപ്പോൾ ഞാൻ രണ്ടാമത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഏത് അരിപ്പയിൽ വേണമെങ്കിലും ഇട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾ മൈദാമാവ് ഉപയോഗിക്കുമ്പോൾ പുതിയ മൈദാമാവ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം മൂന്നാമതൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് മിക്സായി വരണം. അതുകൊണ്ടാണ് നമ്മളിത് 3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കണേ. നമ്മളിത് ഓവൻ ഇല്ലാതെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവൻ സെറ്റപ്പിന് വേണ്ടി അലുമിനിയം പാത്രത്തിൻ്റെ അകത്ത് റിങ് വെച്ചിട്ട് പാത്രം മൂടി ഹൈ ഫ്ലെയിമിൽ ഞാനിതൊരു 5 മിനിറ്റ് ചൂടാക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ച ശേഷം ഒരു തുള്ളി വെള്ളം പോലും കാണരുത്. എന്നിട്ട് വേണം മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം വെനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരു 15 സെക്കൻഡൊക്കെ അടിച്ചാൽ മതിയാവും. ഒരുപാടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഈ പഞ്ചസാരയും ചേർത്ത് വേണം നമ്മളിത് ഒന്ന് അടിച്ചെടുക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിനായിട്ട് നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്സിയൊക്കെ ഉള്ളവരാണല്ലോ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ്, ഞാൻ എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ എടുക്കുമ്പം വെളിച്ചെണ്ണ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച ശേഷം ഇതും ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അത്രമാത്രം മതിയാവും, ഓവറായിട്ടൊന്നും അടിച്ചെടുക്കണ്ട. സ്ലോയിൽ വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കിതാ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ്, അത് പഞ്ചസാരയോടുകൂടി ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ. ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ 1/2 കപ്പോളം
നമ്മളുടെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് നമ്മൾ ആ അരിച്ച മാവില്ലേ അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുമ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നട്ട്സ് താന്നു പോകത്തില്ല. പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ സെസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഈ മാവുണ്ടല്ലോ മിക്സ് ചെയ്ത നട്ട്സ് മിക്സ് ചെയ്ത മാവ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്പാച്ചില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ മാവ് കുറേശ്ശെ തട്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാൻ പാടില്ല, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം കുറച്ച് സൗണ്ടിന് അപ്പുറത്തെങ്ങാണ്ട് പണി നടക്കുന്നതാണ്, ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ചേർത്ത് എളുപ്പമാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പേപ്പർ മോൾഡ് കേട്ടോ. ഇത് 1 കിലോയുടെ കേക്കിൻ്റെ 1 കിലോ കേക്കിൻ്റെ മോൾഡാണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ ഓരോ കാര്യവും ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നേ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്നതിലെ ആ ഒരു എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ചെയ്യണതാണ്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം നമ്മൾ ഓവൻ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്കാണ് ഇത് വെക്കണത്. അതിന് മുൻപ് ഞാൻ ഒരു അലങ്കാരത്തിന് വേണ്ടി ഇതുപോലെ കാഷ്നട്ടും നമ്മളുടെ ഈ ചെറിയും കൂടി ഇതുപോലെ വെച്ച് ഒന്ന് അലങ്കരിച്ച് വെക്കുകയാണേ. അപ്പം നമുക്ക് ഈ കേക്ക് റെഡിയായി വരുമ്പോൾ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ പ്ലം കേക്ക് ഇഷ്ടപ്പെടുത്തേയില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറയണത്. അപ്പം നമ്മളുടെ ഇത് കേക്കിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം പാത്രം നല്ലതുപോലെ ഈ സമയം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കണത്. എന്നിട്ട് ഞാൻ ഈ അടപ്പ് മാറ്റണം കേട്ടോ. മാറ്റുമ്പോൾ തന്നെ നല്ല ചൂട്, കൈ വെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ചൂടുണ്ട്. അപ്പോൾ ഓവൻ്റെ ആ ഒരു ഇത് ആയി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് അടിയിലേക്ക് വെച്ചിട്ട് കേക്ക് മോൾഡ് ഇതിനുള്ളിലേക്ക് വെച്ച് പാത്രം അടച്ച് വെക്കുകയാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാനൊരു 50 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ തുറക്കാവൂ. ഇതിനിടയിൽ നിങ്ങൾ തുറക്കരുത്. തുറന്നിട്ട് നിങ്ങൾ ഒരു സ്ക്യൂവർ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോഴേക്ക് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം കേട്ടോ. പിന്നെ ഈ കേക്ക് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് കഴിക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കണത്. പേപ്പർ മോൾഡ് ആകുമ്പോൾ ഇതാണ് ഒരു ഗുണം കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് പേപ്പർ കീറിയെടുക്കാം. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാമേ. നട്ട്സൊക്കെ എല്ലാം ഒരേപോലെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല മണം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം. അടിപൊളി പ്ലം കേക്കാണെന്നേ ഇത്.